കേന്ദ്രത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതോ ഒക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ കേന്ദ്രത്തിന് ഉള്ള പൊതുവെ ഈ ഫണ്ടുകൾക്കൊക്കെ ഉള്ളതിനെ അപേക്ഷിച്ച് വളരെ ചെറിയ തുകയാണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വലിയ പ്രകൃതി ദുരന്തമുള്ള സമയത്ത് ബംഗാൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം ആവശ്യപ്പെട്ടത് 1,00,000 കോടി രൂപയാണ്. എന്ന് വെച്ചാണെങ്കിൽ ഒരു വലിയ പ്രൊജക്റ്റ് 5 വർഷത്തേക്കുള്ള ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ബംഗാൾ ആവശ്യപ്പെട്ടത്. അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ ചെറിയൊരു തുകയാണ് കേന്ദ്രത്തോട് ചോദിക്കുന്നത്. അതേസമയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു അതൊരു വലിയ തുകയുമാണ്. അത് നമുക്ക് കിട്ടിയാലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു സമയത്ത് ഓരോ തവണയും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യേണ്ടി വരിക, നമ്മളുടെ ഒരു അവസാനത്തെ ശ്വാസം വരെ നമ്മുടെ നിലനിൽപ്പിൽ നമ്മൾ പൊരുതേണ്ടി വരുന്നൊരു ഒരവസ്ഥയിലേക്കാണ് ഓരോ കാര്യത്തിനും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിക്കണമെങ്കിൽ അതിനൊരു രാഷ്ട്രീയ പരിഹാരം വേണം. ആ രാഷ്ട്രീയ പരിഹാരത്തിന് ജനങ്ങൾ മുന്നോട്ട് വരണം. ഇവിടുത്തെ ഓരോ BJPക്കാരും അല്ലെങ്കിൽ കേന്ദ്ര ഭരണത്തിനെ പിന്തുണയ്ക്കുന്ന ഓരോരുത്തരും ഇതിന് അക്കൗണ്ടബിളായിട്ട് മാറിയാലേ ഇതിനൊരു ഒരു ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. രാഷ്ട്രീയ പരിഹാരം സാധ്യമാണോ? അല്ല, ഞാൻ പറയുന്നത് കേരളത്തിൽ ഒരു 12-13% വോട്ടാണ് BJPക്ക് സ്റ്റേബിളായിട്ട് കിട്ടുക. ബാക്കിയുള്ളതൊക്കെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ്. പല കാരണങ്ങളും ഉണ്ടാവും അതിനകത്ത്. പക്ഷെ ഒരു 13% വോട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതിനകത്തുള്ള ആളുകളുണ്ട്. ആ ആളുകൾ അവർ പറയണം, ഞങ്ങൾ ഇവിടുത്തെ BJPക്കാരാണ്, കേരളീയരാണ്, മലയാളികളാണ്, അവർക്ക് ഈ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കുള്ള പണം തരാനായിട്ട് യൂണിയൻ സർക്കാരിന് ബാധ്യതയുണ്ട് എന്ന് പറയണം. ഞാൻ പറഞ്ഞത് അവിടെ യൂണിയൻ സർക്കാർ BJP തന്നെ നിൽക്കുക, ഇവരിങ്ങനെ ചോദിക്കുക എന്നുള്ളതൊന്നുമല്ല. മറിച്ച് ഇത് കേരളത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് മാറാൻ തടസ്സമായി നിൽക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എൻ്റെ അനുഭവത്തിലും ഓർമ്മയിലും ഈ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളുടെ അകത്തെ അല്ലെങ്കിൽ അത്തരത്തിൽ ധനസംബന്ധമായിട്ടുള്ള സംഗതികളുടെ പ്രധാന ചർച്ച എൻ്റെ ഓർമ്മയിലുള്ളത് CD റേഷ്യോയെ കുറിച്ചുള്ള ചർച്ചയാണ്. ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോയെ കുറിച്ചുള്ള. ഇതിനേക്കാൾ എത്രയോ വലുതായിട്ടാണ് ബാങ്കുകൾ വായ്പ തരാത്തതിനെ കേരളം ചർച്ച ചെയ്തത് എന്ന് ഓർമ്മയുണ്ട്. നമുക്ക് 100 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ കിട്ടുന്ന 30 രൂപ നമുക്ക് വായ്പയായിട്ട് കിട്ടുന്നുള്ളൂ. ബാങ്കുകൾ വായ്പ തരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നത്തെ വലിയൊരു ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്ര ഡിബേറ്റ് തന്നെ CD റേഷ്യോയെ കുറിച്ചിട്ടാണ്. വലിയ അവഗണനയാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോഴത്തെ ഈ വിവേചനത്തിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാനുള്ള ഒരൊറ്റ കണക്കാണ്. എന്താണെന്നറിയോ? എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ വരുമാനത്തിനകത്ത് 2 ഘടകങ്ങളുണ്ട്. ഓൺ ടാക്സ് റവന്യൂ, അല്ലെങ്കിൽ ഓൺ റവന്യൂ, അവർ തന്നെത്താൻ ഉണ്ടാക്കുന്ന റവന്യൂ, സെൻട്രൽ യൂണിയൻ ട്രാൻസ്ഫർ. ഇവ തമ്മിലുള്ള അനുപാതം അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ 55-45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിലേന്ത്യ എല്ലാ സംസ്ഥാനങ്ങളിലും കൂടെ എടുത്താൽ 55 രൂപ അവരുടെ ഉണ്ടാക്കുന്നത്, 45 രൂപ യൂണിയൻ. ഇത് ആവറേജാണ്. എന്നാൽ UPക്ക് 65-35 65 സെൻട്രൽ ഗവൺമെന്റ് യൂണിയൻ ട്രാൻസ്ഫറാണ്. ബീഹാറിന് 75-25 75 അവർ ട്രാൻസ്ഫർ കൊടുക്കുക, 25 മാത്രമേ അവരുടെ ഓൺ റവന്യൂ ഉള്ളൂ. നമുക്ക് ബീഹാറിൻ്റെയും UPയുടെയും വേണ്ട, ഗുജറാത്തിൻ്റെയും വേണ്ട, ബംഗാളിൻ്റെയും വേണ്ട, ആവറേജ് കിട്ടണം. പക്ഷെ നമുക്ക് എത്രയാ? 2023-24 82-18 നമ്മുടെ ഓൺ ടാക്സ് റവന്യൂ, ഓൺ റിസോഴ്സ് റവന്യൂ എന്ന് പറയുന്നത് 82%, 18% യൂണിയൻ ട്രാൻസ്ഫർ വരും. എന്ന് പറഞ്ഞാൽ കേരളത്തിന് നമുക്ക് സങ്കല്പിക്കാനാവാത്തത്ര ധനവിവേചനമാണ് കേരളത്തോട് കാണിക്കുന്നത്. അത് നികുതി വിഹിതമായിട്ടാണെങ്കിലും ഗ്രാൻഡുകളുടെ കാര്യത്തിലാണെങ്കിലും. ഈ നെല്ല് സംഭരണം എന്ന് പറയുന്നൊരു സംഗതിക്ക് കേരളത്തിൽ ആ നരേറ്റീവ് ഒരു ടിപ്പിക്കൽ സംഗതിയാണ്. അന്ന് ഈ സുരേഷ് ഗോപി, പിന്നെ ജോർജ് കുര്യൻ, പിന്നെ വേറെ കുറച്ച് അവരൊക്കെ സെലിബ്രിറ്റീസ് ആണല്ലോ. ആ സെലിബ്രിറ്റീസ് എല്ലാം കൂടെ പറഞ്ഞ് ഉയർത്തിയൊരു വാദമുണ്ട്. വായ്പ എടുത്താണോ നെല്ല് മേടിച്ചതിൻ്റെ കാശ് കൊടുക്കുന്നത് എന്നുള്ളത്? ഏത് കാശാണെന്നറിയോ? ഒരു സെൻട്രൽ സ്കീമിനകത്തുള്ള പണം അവർ സമയത്ത് കൊടുക്കുന്നില്ല. ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു വായ്പ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ പലിശ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നു. അതിനെക്കുറിച്ചുള്ള നരേറ്റീവാണ് നിങ്ങൾ വായ്പ വാങ്ങിയിട്ടാണ് കൊടുക്കുന്നത്, നെല്ലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാശ് കൊടുക്കണ്ടേ എന്നുള്ളതാണ്. ഇതല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു വാർത്ത. അപ്പോൾ ഇത് ഞാനെന്താണ് പറഞ്ഞത്, ജെനുവിനായിട്ട് ഈ ഒരു ഡെലിബറേഷൻ നടക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളെ കൂടുതൽ പറഞ്ഞുകൊണ്ടല്ലാതെ, കൂടുതൽ എതിർത്തുകൊണ്ടല്ലാതെ, കൂടുതൽ എക്സ്പോസ് ചെയ്തുകൊണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. വളരെ ടഫ് ടൈമാണ് കേരളത്തിന്, വളരെ ടഫ് ടൈമാണ്. ഇപ്പം ദേശീയ പാതയ്ക്ക് സ്ഥലമെടുക്കണമെങ്കിൽ
നിങ്ങൾ 7,000 കോടി രൂപ വേണമെന്ന് കേരളത്തോട് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അപ്പം നമ്മൾ നമ്മളുടെ വില കൂടുതലാണ്. എന്താ വില കൂടാൻ കാരണം? 1.2% മാത്രമുള്ള ഭൂപ്രദേശത്തിൽ 2.8% മനുഷ്യർ ജീവിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഇൻസെന്റിവൈസ് ചെയ്യാണ് വേണ്ടത്. ഈ കുഞ്ഞു സ്ഥലത്ത്, പടവലിങ്ങ പോലത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇത്ര ആളുകളെ ഏതാണ്ട് സാമാന്യം ഭേദപ്പെട്ട തരത്തിൽ കൊണ്ടുപോകുന്നു പട്ടിണിയില്ലാതെ. അത് 0.05% മാത്രമേ ദാരിദ്ര്യമുള്ളൂ. നമ്മൾ ഇൻസെന്റിവൈസ് ചെയ്യണ്ടേ? അതിന് പേര് ശിക്ഷിക്കാൻ വന്നാലോ? അതാണ് നടക്കുന്നത്. കേരളം ഇന്ത്യയിലല്ലേ എന്നുള്ളതല്ല, കേരളം കൂടിയുള്ളതാണ് ഇന്ത്യ എന്ന് നമുക്ക് ആവർത്തിച്ച് പറയാം. ഈ സബ് നാഷണലിസത്തിന്റെ കാര്യത്തിനകത്ത് നമുക്കൊരു ഭയമുണ്ട്, ഒരു ഉപദേശീയതയെ കുറിച്ചൊരു ഭയമുണ്ട് കേരള മലയാളിക്ക്. അതിനകത്ത് കുറച്ച് സംഗതിയുണ്ട്. പക്ഷെ ഉപദേശീയത എന്ന് പറയുന്ന സംഗതി ഒരു വിഭജനവാദം എന്നുള്ളതല്ല. അല്ലാതെ തന്നെ ഒരു സബ് നാഷണലിസം ഉണ്ട്. ആ സബ് നാഷണലിസം എന്ന് പറയുന്നത്, ഞാനൊരു വ്യക്തിപരമായിട്ട് അനുഭവം പറയാം. ഒരു ഇലക്ഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ചില പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഒരാളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, കേരളത്തിനായി ഒരു ഉറച്ച ശബ്ദം എന്നൊരു ടാഗ് ലൈൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഞാൻ. ബട്ട് അത് പെട്ടെന്ന് അത് ഒരു പ്രത്യേക ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എന്താന്ന് പറഞ്ഞു. കാരണം എന്നറിയാം, ഈ സബ് നാഷണലിസത്തെ നമ്മൾ ഭയങ്കരമായിട്ട് നോക്കുകയാണെന്നുള്ള ഭയമാണ്. ആ ഭയം നമുക്ക് ഇതിനെ എങ്ങനെയാണ് എൻഗേജ് ചെയ്യാൻ പറ്റുക? വാസ്തവത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഭരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് സാർവദേശീയതയേ ഉള്ളൂ ഒരർത്ഥത്തിൽ. പക്ഷെ സാർവദേശീയയുടെ അകത്ത് നാഷണലിസം, സബ് നാഷണലിസം, ഇതിനെ എൻഗേജ് ചെയ്യുന്ന വളരെ ട്രിക്കി ഒരു ബിസിനസ്സാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുമ്പിലുള്ള സാധനം. അത് ബാക്കിയുള്ള RSSകാരൻ ഉണ്ടാവേണ്ടതില്ല. അവർക്ക് ആകെ ഉള്ളത് എന്താണ്? വളരെ നാരോ ആയിട്ടുള്ള നാഷണലിസമാണ്. മറ്റതില്ല. കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇതല്ല. സാർവദേശീയയുടെ അകത്ത് ഈ നാഷണലിസത്തിനകത്ത് എൻഗേജ് ചെയ്യണം. അതിനകത്ത് സബ് നാഷണലിസം എൻഗേജ് ചെയ്യണം. അങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ടല്ലാതെ കേരളത്തെ പ്രശ്നത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അതായത് അന്ന് മുണ്ടക്കൈ ദുരന്തം നടക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണോ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും ഒക്കെ അപ്പുറത്ത് പിന്നെ വലിയൊരു സാഹചര്യം രൂപപ്പെട്ടത്, ആ സാഹചര്യം വീണ്ടും നമ്മൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയേണ്ട ഒരു കാലമാണ് എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട്, സാമ്പത്തികമായിട്ട് മാത്രമല്ല, രാഷ്ട്രീയമായും വളരെ പ്രധാനമാണ്. കാരണം ഐക്യത്തെ തകർക്കുക എന്നുള്ളൊരു വലിയ അജണ്ട ഉണ്ട്, ഇതിന്റെ പിന്നിലുണ്ട്.